രണ്ടാം ലോകമഹായുദ്ധത്തിലെ ആ പഴയ ശത്രുക്കൾ വീണ്ടും നേർക്കുനേർ. റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി മാറുകയാണ്. ഉക്രൈനെ മുൻനിർത്തി ബ്രിട്ടൻ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് റഷ്യ ഇപ്പോൾ ലണ്ടന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മോസ്കോ ഉൾപ്പെടെയുള്ള റഷ്യൻ നഗരങ്ങൾക്ക് ഉള്ളിൽ കടന്ന് അതിശക്തമായ ഡ്രോൺ ആക്രമണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉക്രൈൻ നടത്തുന്നത്. റഷ്യയുടെ എണ്ണ ശുദ്ധീകരണ ശാലകളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് കമ്പനികൾ നിർമ്മിച്ച അത്യാധുനിക ഡ്രോണുകളാണെന്ന് റഷ്യ കണ്ടെത്തിയിരിക്കുന്നു. ഇതോടെയാണ് ബ്രിട്ടനെതിരെ റഷ്യ കടുത്ത നിലപാടെടുത്തത്. എന്നാൽ റഷ്യയുടെ ഈ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ബ്രിട്ടൻ തയ്യാറല്ല. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറുന്ന സുഹൃത്തുക്കളല്ല തങ്ങളെന്നും ഏത് പ്രതിസന്ധിയിലും ഉക്രൈന് 100% പിന്തുണ നൽകുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേൺഹാം വ്യക്തമാക്കി. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന സ്റ്റോൺ ക്ലോക്ക് എന്ന പുതിയ സാങ്കേതിക വിദ്യ കൂടി ഉക്രൈന് കൈമാറുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏപ്രിലിൽ ബ്രിട്ടൻ പ്രഖ്യാപിച്ച വൻ സൈനിക പാക്കേജിന്റെ ഭാഗമായിട്ടാണ് 10,000-കണക്കിന് ഡ്രോണുകൾ ഉക്രൈന് ലഭിച്ചത്. ഇതുപയോഗിച്ച് ഉക്രൈൻ യുദ്ധം റഷ്യയുടെ മണ്ണിലേക്ക് മാറ്റിയതോടെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ പരിധി വിടുകയാണെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകിയത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ഈ അത്യാധുനിക ആയുധങ്ങൾ നിലവിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. റഷ്യയിലും ഉക്രൈനിലുമായി സാധാരണക്കാരുടെ മരണം കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ മാസം മാത്രം ഉക്രൈനിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇതിനു പുറമെ ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് മുകളിൽ ഡ്രോണുകൾ കണ്ടെത്തിയതും യൂറോപ്പിനെ ആകെ യുദ്ധഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ യുക്രൈൻ എന്നത് ഇപ്പോൾ വെറും ഒരു പോരാട്ട വേദി മാത്രമാണ്. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് റഷ്യയും ബ്രിട്ടൻ അടങ്ങുന്ന പാശ്ചാത്യ ശക്തികളും തമ്മിലാണ്. ബ്രിട്ടൻ കൂടുതൽ സൈനിക സഹായങ്ങൾ നൽകുകയും റഷ്യ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത മറ്റൊരു മഹായുദ്ധത്തിലായിരിക്കും. ന്യൂസ് ഡെസ്ക് ക്യാമറ.